إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മെ സ്വാധീനിക്കാറുണ്ട്. ചില വാർത്തകളും മെസ്സേജുകളും കേൾക്കുമ്പോൾ അവ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നടുക്കത്തിലാക്കുകയും അത് നമ്മെ സ്വാധീനിക്കുകയും ചെയ്യാറുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ മനസ്സ്, ആ മനസ്സിൽ സ്ഥിരമായി സ്വാധീനിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ പറഞ്ഞു സൂറത്തുൽ മുഅ്മിനൂൻ, വിശ്വാസികൾ എന്ന അധ്യായത്തിൽ. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെക്കുറിച്ചാണ് ഈ വചനത്തിൽ ഉണർത്തിയിട്ടുള്ളത്. അവരവരുടെ റബ്ബിന്റെ കാര്യത്തിൽ ഭയമുള്ളവരാണ് എന്നാണ് ആദ്യം എടുത്തു പറഞ്ഞത്. റബ്ബിന്റെ ആയാത്തുകളിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ റബ്ബിൽ പങ്കു ചേർക്കാതിരിക്കുകയും അവൻ നൽകിയ സമ്പത്ത്, ഈ സമ്പത്ത് ചെലവഴിക്കുക വഴി ഞങ്ങളിൽ നിന്ന് അവൻ സ്വീകരിക്കുകയില്ലേ എന്ന ഭയപ്പാടോടുകൂടി അതോടൊപ്പം എന്റെ റബ്ബിലേക്കാണല്ലോ ഞാൻ മടങ്ങിച്ചെല്ലാനുള്ളത് എന്ന ബോധത്തോടുകൂടി ചെലവഴിക്കുകയും ചെയ്യുന്നവർ, ശേഷം അല്ലാഹു ഉണർത്തിയത് ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ, അവരാണ് നന്മകളിൽ ധൃതി കാണിക്കുന്നവരും ആ നന്മകളിലേക്ക് മുന്നേറുന്നവരും. ഈ വചനങ്ങളോട് നമ്മുടെ മനസ്സ് എവിടെ നിൽക്കുന്നു എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. പലപ്പോഴും ഭൗതികമായ പല വിഷയങ്ങളും നേരിടുമ്പോൾ പലരും പരിഭ്രാന്തിയിലാണ്. എന്തെങ്കിലും ഒരു നിയമം നാട്ടിൽ വരുമ്പോൾ ഇത് എന്നെ എത്രമാത്രം ബാധിക്കുമോ എന്ന ഭയം പലരെയും പിടികൂടുന്നു. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഐഹികമായ ലാഭങ്ങളിലോ ഐഹികമായ നഷ്ടങ്ങളിലോ മനസ്സുപെട്ട്
അതിൽ സന്തോഷിക്കുന്ന വേദനിക്കുന്ന ഒരാളായി മാറേണ്ടവനല്ല ഒരു സത്യവിശ്വാസി. മറിച്ച് എൻ്റെ പാരത്രിക ജീവിതം എങ്ങനെയായിരിക്കും എന്ന ആലോചന, എന്ന ചിന്ത ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സദാസമയവും അവനിലുണ്ടാകണം. അതുകൊണ്ടാണ് വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും, തീർച്ചയായും സത്യവിശ്വാസികൾ അല്ലാഹു എന്ന് അവരോട് ഉത്ബോധിപ്പിച്ചാൽ അവിടെ ഹൃദയങ്ങൾക്കൊരു നടുക്കമുണ്ടാകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, ആ അള്ളാഹുവിൻ്റെ വചനമായ വിശുദ്ധ ഖുർആൻ അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എല്ലാ കാര്യങ്ങളിലും അവർ റബ്ബിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യും. അല്ലദീന യുഖീമൂന സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ അല്ലാഹുവിലേക്ക് അവരെ ഏറ്റവും അടുപ്പിക്കുന്ന നമസ്കാരമെന്ന ഇബാദത്ത് നിലനിർത്തുന്നവരാണ്. അവർക്ക് നാം നൽകിയത് ചെലവഴിക്കുന്നവരാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബിഖിയാരിക്കും, നിങ്ങളിൽ ആരാണ് ഉത്തമൻ എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ എന്ന്. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അതേ പ്രവാചകരെ, ആ വിവരം ഞങ്ങൾക്ക് നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാറുക്കും അല്ലദീന ഇദാ റുഊ ദുക്കിറല്ലാഹു അസ്സ വജല്ല, നിങ്ങളിൽ ആരാണ് ഉത്തമൻ, അവനെ ആളുകൾ കണ്ടാൽ, അവനെ കാണുന്നവർക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ വരും എന്നാണ്. അവൻ്റെ വാക്കുകൾ, അവൻ്റെ നിലപാടുകൾ, അവൻ്റെ സംസ്കാരം, അവൻ്റെ ജീവിതം, അവൻ്റെ ബന്ധങ്ങൾ, അവൻ്റെ രഹസ്യപരസ്യ ജീവിതം, അതൊക്കെ അറിയുന്നവർക്ക് അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മ വരും. അവരാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മെ നോക്കുന്ന ജനങ്ങൾക്ക് നമ്മെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. അല്ലദീന ഇദാ റുഊ ദുക്കിറല്ലാഹ്, അവരെ കണ്ടാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ജീവിതം നമുക്കെങ്ങനെ ലഭിക്കുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നാം മുഴുകേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിനോട് നമ്മുടെ ബന്ധം എത്രത്തോളമുണ്ട് എന്ന് പഠനവിധേയമാക്കണം. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് 3 കാര്യങ്ങൾ പ്രധാനമായും നമ്മിലുണ്ടാകണം. ഒന്ന് തിലാവത്തുഹു, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. വ തദബ്ബുറു ആയാത്തിഹി, മറ്റൊന്ന് ആ പാരായണം ചെയ്യുന്ന ആയത്തുകളെക്കുറിച്ചുള്ള ചിന്ത. വൽ അമലു ബിഹാ, മൂന്നാമത്തേത് അതനുസരിച്ചുള്ള പ്രവർത്തനമാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ട് ഐഹികവും പാരത്രികവുമായ ഏതൊക്കെ നേട്ടങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തത്, അതൊക്കെ ലഭിക്കുക ഈ 3 കാര്യങ്ങൾ ഉള്ള നിലക്ക് വിശുദ്ധ ഖുർആനുമായുള്ള ഒരു ജീവിത ടച്ച് നമുക്കുണ്ടാകുക എന്നതാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലിസ്വാഹിബിഹി, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ആ വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്തവന് ശുപാർശകനായി പരലോകത്ത് വരുമെന്നാണ്. ഈ പാരായണം എങ്ങനെയാകണം? നേരത്തെ പറഞ്ഞ അതിൻ്റെ ശരിയായ നിയമമനുസരിച്ച് പാരായണം ചെയ്യാനും ആ ആയത്തുകളെക്കുറിച്ച് ആലോചിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ മുൻഗാമികൾക്ക് ജീവിതത്തിലെ എല്ലാ ബറക്കാത്തുകളും നന്മകളും അവർക്ക് ലഭിക്കാൻ കാരണമായത് വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്ന് അവർ പറഞ്ഞ
വാക്കുകൾ നമുക്ക് വായിക്കാൻ കഴിയും. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തഫ്സീർ ചെയ്ത മഹാന്മാരായ പണ്ഡിതന്മാർ പറയുമായിരുന്നു, മാ റഅയ്തു ശൈഅൻ യുഗ്ദിൽ അഖ്ല വർ-റൂഹ വയഹ്ഫളുൽ ജിസ്മ വയളുമനു സആദ അക്സറു മിൻ ഇദാമത്തിൻ നദരി ഫീ കിതാബില്ലാ. ഒരു മനുഷ്യന് അവന്റെ ശരീരത്തിനും അവന്റെ ആത്മാവിനും അവന്റെ ബുദ്ധിക്കും ഏറ്റവും പോഷണം നൽകുന്നത്, അതുപോലെ അവന് എല്ലാ സൗഭാഗ്യവും നേടിത്തരുന്നത് വിശുദ്ധ ഖുർആനാണ്. അങ്ങനെയാണ് ഖുർആനിനെ ഞങ്ങൾക്ക് വീക്ഷിക്കാൻ കഴിഞ്ഞത്. ആ ഖുർആനിലേക്കുള്ള ഞങ്ങളുടെ നോട്ടം, ആ ഖുർആൻ ഞങ്ങൾ കാണുമ്പോഴൊക്കെ എത്രമാത്രം കാണുന്നുവോ അതൊക്കെ ബുദ്ധിക്കും ആത്മാവിനും ശരീരത്തിനും അത് പോഷണമായി മാറുന്നു. അതോടൊപ്പം എല്ലാ സൗഭാഗ്യവും കടന്നുവരും. മുഫസ്സിറുകൾ പറയുമായിരുന്നു, ഇഷ്തഗൽനാ ബിൽ ഖുർആൻ, ഞങ്ങൾ ഖുർആനിൽ മുഴുകി. അതുകൊണ്ട് തന്നെ ഫഗമ്മറത്നൽ ബറകാതു വൽ ഖൈറാതു ഫിദ്ദുനിയ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഞങ്ങളെ ആവരണം ചെയ്തു വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ മുഴുകിയപ്പോൾ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ടുണർത്തി, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. ഈ വിശുദ്ധ ഖുർആൻ താങ്കൾക്ക് നിയമമാക്കിയ അള്ളാഹു താങ്കളെ തിരിച്ചെത്തേണ്ട സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിക്കും. ഇത് ഏറ്റവും ആദ്യം ഇതിലെ അഭിസംബോധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അത് കഴിഞ്ഞാൽ നമ്മോട് ഓരോരുത്തരോടുമാണ്. എന്താ അള്ളാഹു പറയുന്നത്? ഈ ഖുർആൻ ആർക്കാണോ ഞാൻ ഇറക്കിയതും ആർക്കാണ് അതിന് നിയമങ്ങളും വിധിവിലക്കുകളും ബാധകമായിട്ടുള്ളത് അവരെ തിരിച്ചെത്തേണ്ട സ്ഥലത്തേക്ക് തിരിച്ചെത്തുമെന്നാണ്. ഇതിന്റെ ശറഹിൽ കാണാം, ലമ്മാ ഖറജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മക്ക ഫബലഗൽ ജുഹ്ഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഹിജ്റ പോകുകയാണ്, മക്കയെ വിട്ട് നാട് വിട്ടു പോകുകയാണ്. അങ്ങനെ ജുഹ്ഫ എന്ന സ്ഥലത്തെത്തിയപ്പോ ഇഷ്താഖ ഇലാ മക്ക, മക്കയോടുള്ള അതിയായ ആഗ്രഹം തന്റെ മനസ്സിലേക്ക് വരികയാണ്. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആ മക്ക എന്ന പുണ്യഭൂമിയെ വിട്ടാണല്ലോ ഞാൻ ഈ ഹിജ്റ പോകുന്നത്. അത് മനസ്സിന് ഇങ്ങനെ വേദനിക്കുകയാണ്. ആ സമയത്താണ് ഫഅൻസലല്ലാഹ് ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. ഈ ഖുർആൻ താങ്കൾക്ക് നിയമമാക്കിയ അള്ളാഹു താങ്കളെ തിരിച്ചെത്തേണ്ട സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹിജ്റ പോയ മക്കയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുകയും ചെയ്തു. അതാണ് ഈ ആയത്തിന്റെ ഒരാശയം. മറ്റൊരാശയം യുഹ്യീക യൗമൽ ഖിയാമ. ഈ വിശുദ്ധ ഖുർആൻ താങ്കൾക്ക് നിയമമാക്കിയ അള്ളാഹു പരലോകത്ത് താങ്കളെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ലറാദ്ദുക ഇലൽ ജന്ന, താങ്കൾ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെത്തിക്കും. ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞത് കാണും, വല്ലാഹി ഇന്ന ലഹു ലമആദൻ യബ്അസുഹു അല്ലാഹു യൗമൽ ഖിയാമ സുമ്മ യുദ്ഖിലുഹുൽ ജന്ന. അള്ളാഹു തന്നെയാണ് സത്യം. ഏതൊരു മനുഷ്യനും തിരിച്ചെത്തേണ്ട ഒരു സ്ഥലമുണ്ട്, അത് പരലോകമാണ്. അവിടെ അള്ളാഹു അവനെ പുനർജീവിപ്പിക്കും. അങ്ങനെ അവൻ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വഴിക്കാണ് അവൻ ജീവിച്ചതെങ്കിൽ അവനെ സ്വർഗത്തിലേക്ക് തന്നെ അള്ളാഹു പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇത് നമ്മിലേക്ക് നാം വായിക്കേണ്ട ഒരു ആയത്താണ്. എല്ലാ ആയത്തുകളും നമ്മൾ പഠിക്കുകയും പകർത്തുകയും ചെയ്യേണ്ടതാണ്. അതിലേറ്റവും പ്രധാനം വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെയാണ്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. സൂറത്തുൻ നജ്മിലെ അവസാന വചനങ്ങളെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ലമ്മാ നസലത് അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ വതൽഹഖൂന വലാ തബ്കൂൻ വഅൻതും സാമിദൂൻ. ഈ ഖുർആനിന്റെ കാര്യത്തിലാണോ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത്? നിങ്ങൾ ചിരിക്കുകയും അതുപോലെ കരയാതിരിക്കുകയും ചെയ്യുന്നു. വഅൻതും സാമിദൂൻ. ഈ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ അവതരിച്ചിട്ടും അതറിയാത്ത മട്ടിൽ അശ്രദ്ധയിലായി നിങ്ങൾ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
ഫബക അസ്ഹാബുസ് സുഫ. ഈ ആയത്ത് കേട്ടപ്പോൾ, ഈ ആയത്ത് അവതരിച്ചപ്പോൾ മദീനയിലെ അസ്ഹാബുസ് സുഫ, ആരാണ് അസ്ഹാബുസ് സുഫ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, 70ഓളം അസ്ഹാബുസ് സുഫ മദീനയിൽ ഉണ്ടായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ, ആരെങ്കിലും കൊടുക്കുന്ന ഭക്ഷണത്തുട്ടുകൾ കഴിച്ച് ഉള്ള വസ്ത്രം ധരിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നേടി ജീവിക്കുന്ന അസ്ഹാബുസ് സുഫ അവർ ഈ ആയത്തിറങ്ങിയപ്പോ പൊട്ടിക്കരഞ്ഞു എന്നാണ്. അങ്ങനെ ഹത്താ ജറത്തു ദുമൂഉഹും അലാ ഖുദൂദിഹിം, അവരുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീർ ഉറ്റി വീഴുന്നത് കാണാനിട വന്നു. ഫലമ്മാ സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹനീനഹും ബകാ മഅഹും ഫബകൈനാ ബിബുകാഇഹി. അങ്ങനെ അവർ ഖുർആൻ കേട്ട് കരയുന്നത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂടെ കരഞ്ഞു. അങ്ങനെ ഞങ്ങളും റസൂലുള്ള കരഞ്ഞപ്പോൾ കരഞ്ഞുപോയി എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു, ലാ യലിജുൻ നാറ മൻ ബകാ മിൻ ഖശിയത്തില്ലാ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ആരാണ് കരയുന്നത് ജീവിതത്തിൽ, അവർ നരകത്തിൽ ഒരിക്കലും അത്തരക്കാർ പ്രവേശിക്കുകയില്ല. വലാ യദ്ഖുലുൽ ജന്നത മുസിറുൻ അലാ മഅസിയ. ഒരു തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാരോ, ആ തിന്മ വിടാതെ ആ തിന്മയോടൊപ്പം ജീവിക്കുന്നവരാരോ, അവർ സ്വർഗത്തിലും പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിച്ചു എന്ന്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ശരിയായി നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാത്ത, ശരീരത്തിൽ ഒറ്റ വസ്ത്രം മാത്രം, ആ വസ്ത്രം അവര് ഔറത്ത് കാണാതിരിക്കാൻ, മറ്റുള്ളവർ ഔറത്ത് കാണാതിരിക്കാനും നമസ്കരിക്കുമ്പോൾ ഔറത്ത് വെളിവാകാതിരിക്കാനും ആ വസ്ത്രങ്ങൾ ശരീരത്തിൽ കൂട്ടിപ്പൊതിയുമായിരുന്നു എന്നൊക്കെ അവരെ കുറിച്ച് വായിക്കാൻ കഴിയും. അവർ വിശുദ്ധ ഖുർആൻ കേട്ട് കരഞ്ഞെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഏത് സമയവും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് എവിടെയാണുള്ളത് എന്നാണ് നമ്മൾ ഈ സമയത്ത് പരിശോധിക്കേണ്ടത്. ഇങ്ങനെ ഒരു മനസ്സ്, വിശുദ്ധ ഖുർആൻ സ്വാധീനിച്ച ഒരു മനസ്സിന്റെ ഉടമയാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റൊരു കാര്യം, ദിക്റുകളും പ്രാർത്ഥനകളും നിർവഹിക്കുന്നതിൽ നമ്മുടെ മനസ്സ് എവിടെ എന്ന് നാം ആലോചിക്കണം. അള്ളാഹു ഉണർത്തി, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിക്കുകയും തങ്ങളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക വഴി സമാധാനിക്കുകയും ചെയ്തവരാരോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുക അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് മാത്രമാണ് എന്നാണ്. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുള്ള അടക്കമുള്ള മറ്റു മുഹദ്ദിസുകളൊക്കെ വളരെ സ്വഹീഹായ നിലക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അന്ന ജിബ്രീൽ അലൈഹിസ്സലാം അത്തൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ജിബ്രീൽ എന്ന മലക്ക് അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുക്കൽ വരികയാണ്. ഫഖാല യാ മുഹമ്മദ് ഇഷ്തകൈത. ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബിയോട് ചോദിക്കുന്നു, താങ്കൾക്ക് വല്ല പ്രയാസവുമുണ്ടോ? താങ്കൾ മാനസികമായോ ശാരീരികമായോ വല്ല പ്രയാസവും അനുഭവിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഖാല നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ചില പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അപ്പ പറഞ്ഞു, ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക്. നോക്കൂ നിങ്ങൾ, ജിബ്രീൽ അലൈഹിസ്സലാം പ്രയാസം അനുഭവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇട്ടുകൊടുത്ത സമാധാനത്തിന്റെ വാക്കുകളാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അർഖീക, താങ്കൾക്കിതാ ഞാൻ മന്ത്രിച്ചു നൽകുകയാണ്. മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക, താങ്കളെ പ്രയാസപ്പെടുത്തുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് അത് മാറാൻ. മിൻ ശർരി കുല്ലി നഫ്സിൻ, ആരിൽ നിന്നൊക്കെ ഏതൊക്കെ ഷർറ് താങ്കൾക്ക് വരാനുണ്ടോ അതിൽ നിന്ന്. ഔ ഐനിൻ ഹാസിദിൻ, അസൂയാലുവിന്റെ ആ നോട്ടത്തിൽ നിന്ന്, കണ്ണിൽ നിന്ന്. അല്ലാഹു യശ്ഫീക്, അല്ലാഹു താങ്കൾക്ക് ശമനം നൽകട്ടെ. ബിസ്മില്ലാഹി അർഖീക്. ഏത് ദിക്റുകളും പ്രാർത്ഥനകളും നമ്മൾ ഉരുവിടുമ്പോൾ ഇങ്ങനെ ഒരു സമാധാനം നമുക്കുണ്ടാകണം. കാരണം അള്ളാഹുവിലാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്, എന്റെ പ്രയാസങ്ങൾ, എന്റെ വേദനകൾ എന്ന ആ ബോധത്തോടു കൂടി അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചാൽ ആ പ്രയാസങ്ങളെ അള്ളാഹു മാറ്റിക്കൊടുക്കുമെന്നാണ്. എല്ലാ ദിക്റുകളും
ഏത് പ്രാർത്ഥനകളും നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടിയ നിലക്കാവണം അത് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉദുഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ, അതുപോലെ ഒരു ദിക്ർ ഉരുവിടുമ്പോൾ ഇത് അള്ളാഹു സ്വീകരിക്കുമെന്നിൽ നിന്ന് കേട്ടുത്തരം ചെയ്യുമെന്ന ആ ദൃഢവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ദിക്റിൽ മുഴുകണം. കാരണം ഫഇന്നഹു ലാ യസ്തജീബു ലിദുആഇൻ ഗാഫിലിൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അശ്രദ്ധമായ മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളാവട്ടെ ദിക്റുകളാവട്ടെ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല, അള്ളാഹു അതിന് പ്രത്യുത്തരം നൽകുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിലും അതുപോലെ നാം ഉരുവിടുന്ന ദിക്റുകൾ, പ്രാർത്ഥനകൾ എന്നിവയിലൊക്കെ നമുക്കൊരു മനസ്സാന്നിധ്യം, മറ്റു പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കാറുള്ള പോലെ അള്ളാഹുവിന്റെ വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളും പ്രാർത്ഥനകളും എന്നിൽ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്, അതിനനുസരിച്ചാണ് റബ്ബിൽ നിന്ന് ഖൈറാത്തുകൾ, ബറക്കാത്തുകൾ ലഭിക്കുക എന്ന് നാം തിരിച്ചറിയുക. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد. ഒരിക്കൽ ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വരികയാണ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി ഖദ് ആലജ്തുൽ ഖുർആന ഫലം അസ്തതിഉഹു. ഞാൻ വിശുദ്ധ ഖുർആനുമായി ധാരാളം മുഴുകി, എന്റെ പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആനിൽ ധാരാളമായി ഞാൻ മുഴുകുകയുണ്ടായി. എനിക്കതെല്ലാം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഫഅല്ലിംനി ശൈഅൻ യുജ്സിഉ മിനൽ ഖുർആൻ. എനിക്ക് ഖുർആനിൽ നിന്ന് എന്താണ് കിട്ടേണ്ടത് അതൊക്കെ നേടിത്തരുന്ന കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഖുൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്റുകൾ നീ ഉരുവിട്ടാൽ മതി. വിശുദ്ധ ഖുർആൻ പഠിച്ച് അതിൽ നിന്ന് എന്തൊക്കെ നിനക്ക് നേട്ടങ്ങൾ ലഭിക്കുമോ അതൊക്കെ ഈ പറഞ്ഞ ദിക്റുകൾ കൊണ്ട് ലഭിക്കുമെന്ന്. ഫഖാലഹ, റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് ആ ദിക്റുകൾ അദ്ദേഹം ഉരുവിട്ടു. വ അംസകഹ ബി ഉസ്ബഅൈഹി, എന്നിട്ട് തന്റെ വിരലുകൾ കൊണ്ട് എണ്ണം പിടിച്ച് അതിനെങ്ങനെ പിടിച്ചു വെച്ചു. ഫഖാല യാ റസൂലല്ലാഹ്, എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഹാദാ ലി റബ്ബി. റസൂലേ, ഇതൊക്കെ എന്റെ റബ്ബിനുള്ളതാണല്ലോ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇതൊക്കെ അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു, അവനെ സ്തുതിക്കുന്നു, അവനെ പരിശുദ്ധപ്പെടുത്തുന്നു, അവന്റെ ഏകത്വം തൗഹീദ് പ്രഖ്യാപിക്കുകയാണ് ഇതൊക്കെ. ഫമാലി, എനിക്കുള്ളതെന്താണ്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർലി, ഖുൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി വഹ്ദിനി. നീ ഇങ്ങനെ കൂടി പറയുക, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടൊപ്പം ഈ പ്രാർത്ഥന കൂടി നീ നിർവഹിക്കുക. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, വർഹംനി, എന്നോട് കരുണ കാണിക്കണേ, വആഫിനി, എനിക്ക് ആഫിയത്ത് നൽകണേ, വർസുഖ്നി, എനിക്ക് റിസ്ക് നൽകണേ, വഹ്ദിനി, എന്നെ നീ നിന്റെ സന്മാർഗത്തിൽ ഉൾപ്പെടുത്തണേ. അങ്ങനെ അത് കേട്ട് ഫമലൽ അഅറാബി, റസൂലുള്ളാഹിയുടെ മുമ്പിൽ നിന്ന് മനുഷ്യരുടെ പോവുകയാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ദഹബ വഖദ് മലഅ യദൈഹി ഖൈറാ. ആ മനുഷ്യൻ പോയി, അദ്ദേഹം ഇരു കരങ്ങളിലും നന്മകൾ നിറച്ചുകൊണ്ടാണ് പോയത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് വെച്ച് എന്തെല്ലാം ലഭിക്കണം അതൊക്കെ നേടിക്കൊണ്ടാണ് ആ മനുഷ്യൻ ഇപ്പൊ കടന്നുപോയത് എന്ന്. മറ്റൊരു ഹദീസിൽ ഇത് ജമഅതലക ഫിദ്ദുനിയ വൽ ആഖിറ, നിന്റെ ദുനിയാവിലും ആഖിറത്തിലും എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിനക്ക് നേടിത്തരും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും അവനെ ആ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി കാത്തു സൂക്ഷിക്കാനാണ് ദിക്റുകൾ, പ്രാർത്ഥനകൾ. അത് നിലനിർത്തുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ നേട്ടങ്ങളും ലഭിക്കും.
നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകുമെന്നാണ്. ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ടത്, പകർത്തേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ വളരെ ആത്മാർത്ഥമായി പഠിക്കാനും പകർത്താനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. വേദനിച്ച് കഴിയുന്ന രോഗികൾക്ക് റബ്ബ് ഷിഫയും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا مريضا الا شفيته ولا ميتا الا رحمته ولا بلاء الا رفعته يا ارحم الراحمين. ربنا تقبل منا وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.